ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ ബാഴ്സലോണക്ക് സമനില വഴങ്ങേണ്ടി വരികയാണ് ചെയ്തിട്ടുള്ളത്. റായോ വല്ലക്കാനോയാണ് അവരെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. ബാഴ്സലോണ മോശം പ്രകടനമാണ് മത്സരത്തിൽ നടത്തിയിട്ടുള്ളത്. കൂടുതൽ ആക്രമണങ്ങൾ റായോ വല്ലക്കാനോ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോയൻ ഗാർഷ്യയുടെ ഒരു മികവാണ് ബാഴ്സലോണയെ ഈ മത്സരത്തിൽ രക്ഷിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. മത്സരത്തിന്റെ 40-ാമത്തെ മിനിറ്റിൽ ബാഴ്സലോണക്ക് അനുകൂലമായിക്കൊണ്ട് ഒരു പെനാൽറ്റി ലഭിക്കുകയായിരുന്നു. യമാൽ അത് ഗോളാക്കി മാറ്റി. അതായത് റയോ വല്ലക്കാനോ താരം യമാലിനെ ഫൗൾ ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് റഫറി പെനാൽറ്റി നൽകിയത്. വളരെ സോഫ്റ്റ് ആയിക്കൊണ്ടുള്ള ഒരു ഫൗൾ ആയിരുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ റയോ വല്ലക്കാനോ താരമായ പലാസോൺ തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലാലിഗയിലെ റഫറിമാർ പലപ്പോഴും ചില ടീമുകൾക്ക് ഒപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ ചില ടീമുകൾക്ക് അനുകൂലമായി കൊണ്ട് നിൽക്കുന്നു എന്നാണ് ഇദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. അത് പെനാൽറ്റി ആയിരുന്നില്ല എന്ന കാര്യം മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ റഫറി തന്നെ തങ്ങളോട് തുറന്നു പറഞ്ഞു, സമ്മതിച്ചു എന്ന കാര്യം കൂടി വല്ലക്കാനോ താരം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയാണ് എനിക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. കാരണം അത് പെനാൽറ്റി അല്ല. ഞാൻ എൻ്റെ നാവ് കടിക്കാൻ പോവുകയാണ്. എപ്പോഴും ചില ടീമുകൾക്കെതിരെ ഇങ്ങനെ സംഭവിക്കുന്നു. അത് പെനാൽറ്റി അല്ല എന്ന കാര്യം പിന്നീട് റഫറി തന്നെ ഞങ്ങളോട് സമ്മതിച്ചു. ഇതാണ് പലാസോൺ പറഞ്ഞിട്ടുള്ളത്. അതായത് ലാലിഗയിലെ ചില ടീമുകൾക്ക് റഫറിയുടെ ആനുകൂല്യം എപ്പോഴും ലഭിക്കുന്നു, അത് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ ആരോപിച്ചിട്ടുള്ളത്. ഏതായാലും ഈ പ്രകടനം അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒന്നല്ല. നിരവധി സൂപ്പർ താരങ്ങൾ ഉണ്ടായിട്ടും വേണ്ടത്ര മികവ് പുലർത്താൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ശക്തമായ തിരിച്ചുവരവ് നടത്തും എന്ന് തന്നെയാണ് ലാമിൻ യമാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.